പ്രിയപ്പെട്ട ദൈവമക്കളെ, ചില സമയം ദൈവം ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. കാരണം ചില ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എത്ര വിശ്വാസികളായാലും ഈ ഒരു പ്രത്യേക കാലാവസ്ഥയിലൂടെ കടന്നു പോകാതെ വിശ്വാസത്തിൽ തുടരാൻ പറ്റത്തില്ല. നമുക്കൊരനുഭവം കിട്ടാത്തിടത്തോളം കാലം നമ്മൾ ഒരു നല്ല വിശ്വാസിയായി തീരത്തുമില്ല. ഒരു ദൈവാനുഭവം ഇല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ദൈവത്തിൽ വിശ്വസിക്കാൻ പ്രാപ്തനായിരിക്കുകയില്ല. ദുഃഖങ്ങളാണ് നമ്മളുടെ ദൈവത്തിലേക്കുള്ള പാലം. ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ സമയവും പൂർണ്ണമായും ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നത്. വൈദ്യശാസ്ത്രത്തിന് പോലും തടുത്ത് നിർത്താൻ സാധിക്കാത്ത എത്രയോ രോഗങ്ങളാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നിസ്സാരമായി പരിഹരിക്കപ്പെടുന്നത്. ദൈവത്തെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അതിൻ്റേതായ ഒരു പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് കൃപാസനത്തിലെ മരിയനുടമ്പടി. കൃപാസനത്തിലെ മരിയനുടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് അത്ഭുതകരമായ രോഗസൗഖ്യങ്ങളും പ്രശ്ന പരിഹാരങ്ങളുമാണ് ഉണ്ടാവുന്നത്. പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് കൃപാസനം വർക്ക് ചെയ്യുന്നത്. സ്ഥിരമായി നമ്മൾ പ്രാർത്ഥനയിലൂടെ ഒരേ സമയം ഒരേ രീതിയിൽ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഉണ്ടാവുന്ന പോസിറ്റീവ് എനർജി അത് പൂർണ്ണമായിട്ടും ദൈവശക്തി തന്നെയാണ്. അതെവിടെയായാലും അങ്ങനെ തന്നെ. പക്ഷേ കൂടുതലായിട്ട് ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനാ കേന്ദ്രം തന്നെയാണ് കൃപാസനം. കാരണം അവിടുത്തെ പ്രാർത്ഥനയുടെ അടിസ്ഥാനം വളരെ വലുതാണ്. സമയച്ചുരുക്കത്തിൻ്റെ മാതാവാണ് അവിടുത്തെ മധ്യസ്ഥ. സമയച്ചുരുക്കം എന്നത് പ്രശ്ന പരിഹാരത്തിനുള്ള സമയച്ചുരുക്കം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അവിടുത്തെ പ്രധാന മധ്യസ്ഥയായ മാതാവിനോട് പൂർണ്ണമായും ദൈവനിയമങ്ങൾ പാലിച്ചു ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ തൻ്റെ മകനെ ചൂണ്ടിക്കാണിച്ച് അമ്മ പറയുകയാണ്, എൻ്റെ മകൻ പറഞ്ഞതുപോലെ നീ ജീവിക്കൂ, നിനക്ക് ഇതിനുള്ള പ്രതിഫലം ലഭിച്ചിരിക്കും. അമ്മയുടെ മകൻ പറഞ്ഞ പ്രകാരമുള്ള ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് ഒരു സങ്കടങ്ങളും ഉണ്ടാവാതെ ദൈവം അവരെ പരിപാലിക്കുന്നത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് കൃപാസനത്തിൽ മാത്രമാണ് കൂടുതൽ എഫക്റ്റീവായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉടനടി പരിഹാരം എന്നത് ഒരു പരസ്യവാചകമല്ല. സാക്ഷ്യങ്ങളിൽ നിന്നും ഇത് വ്യക്തമാണ്. ഒരു ദിവസമെങ്കിലും കൃപാസനം സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം, ഈ പറയുന്ന സാക്ഷ്യങ്ങളിൽ ഒന്നും ഒരു കള്ളത്തരമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമോ ഇല്ല. കാരണം 100% സത്യസന്ധമായ ദൈവാനുഭവങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത്. അവിടെ ഉണ്ടാവുന്ന ദൈവാനുഭവങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ പബ്ലിക്കായിട്ട് പറയുന്നുമുള്ളൂ, പബ്ലിക്കായിട്ട് പ്രസിദ്ധീകരണങ്ങളിൽ വരുന്നതുമുള്ളൂ. കാരണം ദൈവത്തിനെ കൂടുതൽ പേര് അറിയണം, പാവങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹം ലഭിക്കണം എന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സൗകര്യം നമുക്ക് പുറത്തോട്ട് അറിയാൻ പറ്റുന്നത്. എന്നാൽ ഇത് മാത്രമല്ല അവിടുത്തെ അവസ്ഥ. അവിടെ വരുന്ന വ്യക്തികൾ പിന്നെയും ഒരു വട്ടം കൂടെ വരുന്നുണ്ടെങ്കിൽ അതമ്മ അവർ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം ഈശോയോട് പറഞ്ഞ് നിറവേറ്റി കൊടുത്തിട്ട് തന്നെയാണ്. അതുപോലെ അവിടെ വരുന്ന ആയിരക്കണക്കിന് ആളുകൾ ദിവസേന അവിടെ വന്നു പോകുന്നുണ്ട്. അവിടെ വന്നു പോകുന്ന ഏതൊരു വ്യക്തിയോടും നമ്മൾ സംസാരിച്ചാൽ അമ്മയുടെ ഒരു പ്രത്യേക സ്നേഹം ലാളന അനുഭവിച്ചവരാണ് അവരെല്ലാം. എന്താണ് കൃപാസനം ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലമായി മാറുന്നത്? അവിടെ ഡെയിലി നടന്നു പോകുന്ന സാക്ഷ്യങ്ങൾ ഇതിനുദാഹരണമാണ്. അവിടെ നിന്ന് പറയുന്ന സാക്ഷ്യങ്ങളിലെ അനുഭവങ്ങൾ പത്രങ്ങളിലും അവരുടെ ചാനലുകളിലും ഒക്കെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ കേൾക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാകും, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും. ഡോക്ടേഴ്സും ടീച്ചേഴ്സും പ്രൊഫഷണലായിട്ടുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വരുന്നു. രാഷ്ട്രീയപരമായും സിനിമാ മേഖലകളിൽ നിന്നാണെങ്കിലും എല്ലാ മേഖലകളിൽ നിന്നും അവിടെ ആളുകൾ വരുന്നുമുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ സാധിക്കുന്നുമുണ്ട്. വിശ്വസിച്ചാൽ നീ ലോകം കൈയടക്കും എന്നുള്ള ഒരു കാര്യത്തെ അവിടെ അനർത്ഥമാക്കി കാണിക്കുകയാണ്. എന്തൊക്കെയായാലും അമ്മ നൽകിയ യേശുവിനോട് പറഞ്ഞു വാങ്ങിക്കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ നിസ്സാരമല്ല. 6 വർഷത്തിന് മുകളിലായിക്കൊണ്ടിരുന്ന കേസ് ഉടമ്പടി വെച്ച ഉടനെ പരിഹരിക്കപ്പെടുക, ജപ്തി നടപടികൾ പെട്ടെന്ന് ഒഴിവാകാൻ സഹായിക്കുക, ജോലിയില്ലാത്തവർക്ക് ജോലി എത്രയും പെട്ടെന്ന്. ഉടമ്പടി എടുത്താൽ തന്നെ സമയച്ചുരുക്കമെന്ന് വീണ്ടും ഞാൻ പറയാൻ കാരണം അതാണ്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ കുടുംബത്തിലെ സമാധാനം, ജനപ്രതിനിധികളുടെ അനുഭവങ്ങൾ, പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കുള്ള പരിഹാരം, കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു നിരീശ്വരവാദി, ഇവരെല്ലാം അവിടെ സുഖപ്പെട്ട ആളുകളാണ്. പലതരം രോഗങ്ങളാണുള്ളത്. വിവാഹം നടക്കാത്തവർക്കുള്ള വിവാഹം നടക്കുന്നത്, വിഷവാതകം ശ്വസിച്ച് ബോധം പോകുന്നതിന് മുമ്പ് ഉടമ്പടിയിലെ ദിവ്യമായ ഉപ്പ് നാവിലിട്ടപ്പോൾ സംഭവിച്ചത്, കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞ് ഒരു രോഗം വന്ന ഒരു കുട്ടിക്ക് സംഭവിച്ച കാര്യങ്ങൾ, ഇതെല്ലാം എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നതെന്നുള്ളതിനാണ് കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥം എത്രമാത്രം വലുതാണ് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതുപോലെ നൂറുകണക്കിന് സാക്ഷ്യമുണ്ട്.
സാക്ഷ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കൃപാസനത്തിൻ്റെ ചാനലിലുമുണ്ട്, കൃപാസനം പത്രത്തിലും സാക്ഷ്യങ്ങൾ ഉണ്ട്. കൃപാസനത്തിൽ ഡയറക്റ്റ് വന്നാൽ ഓരോരുത്തർ വന്ന് സാക്ഷ്യം പറയുന്നത് കേൾക്കാനും സാധിക്കും. ഉടമ്പടി എടുത്ത വ്യക്തികൾക്ക് ലഭിച്ച അനുഭവങ്ങൾ തന്നെയാണ് സാക്ഷ്യങ്ങൾ. അവർ നേരിട്ട് വന്ന് സാക്ഷ്യം പറയുന്നു. നാളെ ഒരു ദിവസം നമ്മൾക്കും ഉടമ്പടി എടുക്കുമ്പോൾ ഒരു അനുഭവമുണ്ടായാൽ നമുക്ക് നടന്ന കാര്യം നമ്മളവിടെ സാക്ഷ്യപ്പെടുത്തണം. യേശുവിൻ്റെ മഹത്വം, മാതാവിൻ്റെ മഹത്വം നമ്മൾ ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കൃപാസനം മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു.